ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7th ഹിന്ദി ചാപ്റ്റർ 4 ഒരു കവിതയാണ്. യഹ് ധർത്തി ഉസ് കിസാൻ കി. യഹ് ധർത്തി ഉസ് കിസാൻ കി. കേദാർനാഥ് അഗ്രവാൾ എഴുതിയ ഒരു കവിതയാണിത്. യഹ് ധർത്തി എന്ന് വെച്ചാൽ എന്താ? ഈ ഭൂമി ഹേ ഉസ് കിസാൻ കി, ആ കർഷകൻ്റേതാണ്. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ഏത് കർഷകൻ എന്നല്ല, എല്ലാ കർഷകന്മാരെക്കുറിച്ചുമാണ് പറയുന്നത്. കിസാൻ എന്ന് വെച്ചാൽ കർഷകൻ അഥവാ ഫാർമർ. അപ്പോൾ മണ്ണിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും മണ്ണിൻ്റെ കൂടെ ഏറ്റവും സമയം ചെലവഴിക്കുന്നതും ഒക്കെ ആരാണ്? ഒരു കർഷകനാണല്ലേ. ഓക്കെ, നമുക്കിനി പോയം വായിക്കാം. യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ की जो बैलों के कंधों पर बरसात घाम में जुआ भाग्य का रख देता है. खून चाटती हुई वायु में पैनी कुसी खेत के भीतर दूर कलेजे तक जाकर जोत डालता है मिट्टी को, पांस डालकर और बीज फिर बो देता है. नए वर्ष में नई फसल के ढेर अन्न का लग जाता है. यह धरती है उस किसान की, नहीं राव की नहीं रंग की, नहीं किसी की नहीं किसी की, धरती है केवल किसान की. यह धरती है उस किसान की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही तप कर गल कर मर कर खपा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना. मिट्टी की महिमा गाता है मिट्टी के ही अंतस्थल में, अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. यह धरती है उस किसान की. നമ്മൾ പോയം ഒരു തവണ വായിച്ചിരിക്കുകയാണ്. ഇനി വായിക്കുമ്പോൾ കുറച്ച് മെല്ലെ വായിക്കാം കേട്ടോ, നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷനൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം ഓരോന്നായിട്ട്. യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി. ഞാൻ പറഞ്ഞു, ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ജോ ബേലോ കെ കന്ധോ പർ. ബേൽ എന്ന് വെച്ചാൽ കാള, കന്ധ എന്ന് വെച്ചാൽ ഷോൾഡർ. അപ്പോൾ കാളകളുടെ തോളത്ത് അല്ലെങ്കിൽ കാളകളുടെ തോളിൽ. ബർസാത്ത് ഘാം മേ. ബർസാത്ത് എന്ന് വെച്ചാൽ മഴ, ഘാം എന്ന് വെച്ചാൽ ചൂട് കാലം. അപ്പം മഴയത്തും ചൂടത്തും. ജുവാ ഭാഗ്യ കാ റഖ് ദേത്താ ഹെ. ജുവ എന്ന് വെച്ചാൽ നുകം. ഞാൻ ഇവിടെ ഫോട്ടോ കാണിച്ചു തരാം എന്താണ് നുകം എന്ന്. ഓക്കെ, ഈ ഒരു സാധനം ഇല്ലേ നമ്മുടെ കാളയുടെ തോളത്ത് വെച്ചിരിക്കുന്നത്, നോക്കുക. ഇതിനെയാണ് നുകം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാളയുടെ തോളത്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെയാണ് നുകം എന്ന് പറയുന്നത്. ഓക്കെ, ജുവാ ഭാഗ്യ കാ റഖ് ദേത്താ ഹെ. ഭാഗ്യത്തിൻ്റെ നുകം ആണ് വെക്കുന്നത്. ഓക്കെ, ഖൂൻ ചാട്ടി ഹുയി വായുമേ. അപ്പം ഖൂൻ എന്ന് വെച്ചാൽ രക്തം, ചാട്ന എന്ന് വെച്ചാൽ വറ്റിക്കുന്ന രീതിയിലുള്ള, വായു എന്ന് വെച്ചാൽ കാറ്റത്ത്. അപ്പം രക്തം വറ്റിക്കുന്ന രീതിയിലുള്ള ആ കാറ്റത്ത്. പേനി കുസി ഖേത് കെ ഭീതർ. പേനി എന്ന് വെച്ചാൽ മൂർച്ചയുള്ള, കുസി എന്ന് വെച്ചാൽ കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ നോക്കുക, കലപ്പയുടെ മൂർച്ചയുള്ളൊരു ഭാഗം കാണാൻ പറ്റില്ല. ഈ ഒരു പാർട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്, ഈ ഒരു പാർട്ട്. ഓക്കെ, കലപ്പയുടെ ഈ മൂർച്ചയുള്ള ഭാഗം എന്താണ് ചെയ്യുന്നത്? ഖേത് കെ ഭീതർ. ഖേത്ത് എന്ന് വെച്ചാൽ പാടം അല്ലെങ്കിൽ വയലിൻ്റെ, ഭീതർ എന്ന് വെച്ചാൽ അകത്ത്, അകത്തോട്ട്. അപ്പോൾ ഈ മൂർച്ചയുള്ള കലപ്പയുടെ ആ ഭാഗം വയലിൻ്റെ അകത്ത്. ദൂർ കലേജെ തക് ലേ ജാക്കർ. ദൂർ എന്ന് വെച്ചാൽ ദൂരെ, കലേജ എന്ന് വെച്ചാൽ ആഴത്തിൽ, ആഴത്തിൽ കൊണ്ടുപോയിട്ട്. ജോത്ത് ഡാൽത്താ ഹെ മിട്ടി കോ. ജോത്ത് ഡാൽന എന്ന് വെച്ചാൽ ഉഴുതുമറിക്കുക, മിട്ടി കോ മണ്ണിനെ ഉഴുതുമറിക്കുകയാണ്. അപ്പം ഇതുവരെ പഠിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം എന്താണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നതെന്ന്. ഓക്കെ, നോക്കുക. യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ജോ ബേലോ കെ ഖന്തോ പർ. കാളകളുടെ തോളത്ത്. ബർസാത്ത് ഘാം മേ. മഴയത്തും ചൂടത്തും ഒക്കെ. ജുവാ ഭാഗ്യ കാ റഖ് ദേത്താ ഹെ. ഭാഗ്യത്തിൻ്റെ നുകം കയറ്റി വെക്കുന്നത്. ഖൂൻ ചാട്ടി ഹുയി വായുമേ. രക്തം വറ്റിക്കുന്ന പോലെയുള്ള കാറ്റത്തും. पैनी
കുസി ഖേത് കെ ഭീതർ. മൂർച്ചയുള്ള കലപ്പ വയലിൻ്റെ അകത്ത് ദൂർ കലേജെ തക് ലേ ജാക്കർ ആഴത്തിൽ കൊണ്ടുപോയിട്ട് ജോത് ഡാൽത്താ ഹെ മിട്ടി കോ മണ്ണിനെ ഉഴുതുമറിക്കും. അപ്പോൾ ഒരു കർഷകൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ്? കാളയുടെ തോളത്ത് കലപ്പയൊക്കെ വെച്ചിട്ട് അത് മഴയത്തായാലും ചൂടത്തായാലും ഈ ഒരു നുകം കയറ്റി വെച്ചിട്ട് രക്തം വറ്റിക്കുന്ന രീതിയിലുള്ള ആ കാറ്റത്ത് മൂർച്ചയുള്ള ആ ഭാഗം, കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം വയലിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് മണ്ണിനെ ഉഴുതുമറിക്കും അല്ലേ. ഇതൊരു കർഷകൻ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കാം. അപ്പോൾ ഉഴുതുമറിച്ചതിന് ശേഷം ഇനി എന്താ ചെയ്യുക? പാൻസ് ഡാൽക്കർ വളമിട്ടിട്ട് ഓർ ബീജ് ഫിർ ബോ ദേത്താ ഹെ. അതിന് ശേഷം ബീജ് എന്ന് വെച്ചാൽ വിത്ത്, ബോദേനാന്ന് വെച്ചാൽ വിതയ്ക്കുക, വിത്ത് വിതയ്ക്കുകയാണ്. നയേ വർഷ് മേ നയി ഫസൽ കെ. നയേ എന്ന് വെച്ചാൽ പുതിയ വർഷം. നയി ഫസൽ കെ പുതിയ വിളവിൻ്റെ. ഢേർ അന്ന കാ ലഗ് ജാതാ ഹെ. അന്ന കാ ഢേർ എന്ന് വെച്ചാൽ ധാന്യകുമ്പാരം എന്നാണ് കേട്ടോ. ധാന്യകുമ്പാരമല്ല, ധാന്യകുമ്പാരം. ധാന്യകുമ്പാരം ഉണ്ടാകുകയാണ്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. നഹി റാവ് കി നഹി റംഗ് കി. റാവ് എന്ന് വെച്ചാൽ രാജാവ്, റംഗ് എന്ന് വെച്ചാൽ ദരിദ്രൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ. അപ്പോൾ ഇത് രാജാവിൻ്റേതുമല്ല, ദരിദ്രൻ്റേതുമല്ല, അല്ലെ പാവപ്പെട്ടവൻ്റേതുമല്ല. നഹി കിസി കി. നഹി കിസി കി എന്ന് വെച്ചാൽ ആരുടേതുമല്ല. നഹി കിസി കി ആരുടേതുമല്ല. ധർത്തി ഹെ കേവൽ കിസാൻ കി. ഭൂമി കേവൽ മാത്രം എന്നൊരർത്ഥമാണ് വരുന്നത്. കിസാൻ കി കർഷകൻ്റേത് മാത്രമാണ് ഈ ഭൂമി. അപ്പം എന്താണ് പറയുന്നത്? ഉഴുതുമറിച്ചതിന് ശേഷം പാൻസ് ഡാൽക്കർ വളമിട്ടിട്ട് ഓർ ബീജ് ഫിർ ബോധ ദേത്താ ഹെ. വളമിട്ടതിന് ശേഷം വിത്ത് വിതയ്ക്കുകയാണ്. നയി വർഷ് മേ നയി ഫസൽ കെ. പുതിയ വർഷത്തിൽ പുതിയ വിളവിൻ്റെ. ഢേർ അന്ന കാ ലഗ് ജാതാ ഹെ. ധാന്യകുമ്പാരം ഉണ്ടാകുകയാണ്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. നഹി റാവ് കി നഹി റംഗ് കി. രാജാവിൻ്റേതുമല്ല, പാവപ്പെട്ടവൻ്റേതുമല്ല. നഹി കിസി കി നഹി കിസി കി. ആരുടേതുമല്ല. ധർത്തി ഹെ കേവൽ കിസാൻ കി. ഭൂമി കർഷകൻ്റേത് മാത്രം ആണ്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ജോ മിഠി കാ പൂർണ്ണ പാർഖി. ജോ മിഠി കാ പൂർണ്ണ പാർഖി. മണ്ണിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പാർക്കി എന്നൊക്കെ പറഞ്ഞാൽ മണ്ണിനെ അത്രത്തോളം അറിയുന്ന ഒരാൾ, മണ്ണ് കണ്ടുപിടിച്ച ആളല്ലേ, മണ്ണിനെക്കുറിച്ച് അത്രയും അറിവുള്ള ഒരാളാണ് കർഷകൻ. അതാണ് പറയുന്നത് പൂർണ്ണ പാർഖി, മുഴുവനായിട്ടും മണ്ണിനെ അറിയുന്നൊരു വ്യക്തി. ജോ മിഠി കെ സംഗ് സാത്ത് ഹി. ജോ മിഠി കെ സംഗ് സാത്ത് ഹി. സംഗ് സാത്ത് എന്ന് വെച്ചാൽ എന്താ? ഫ്രണ്ടായിട്ട്, കൂടെ തന്നെ, മണ്ണിനോടൊപ്പം തന്നെ. തപ്കർ മണ്ണിനോടൊപ്പം തന്നെ, തപ്കർ ചൂട് കൊണ്ട്, മണ്ണിനോടൊപ്പം തന്നെ ഗൽക്കർ ഉരുകിയിട്ട്, മണ്ണിനോടൊപ്പം തന്നെ മർക്കർ മരിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചത്ത പണിയെടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത്. ഖപാ രഹാ ഹെ ജീവൻ അപ്ന. ഖപ എന്ന് വെച്ചാൽ കഴിച്ചു കൂട്ടുക, ഖപാ രഹ എന്ന് വെച്ചാൽ ജീവിതം കഴിച്ചു കൂട്ടുകയാണല്ലേ, തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ഇങ്ങനെയൊക്കെ മണ്ണിനോടൊപ്പം തന്നെ ചൂട് കൊണ്ട് ഉരുകിയിട്ട് മരിച്ച് ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്ന. ദേഖ് രഹാ ഹെ കാണുകയാണ്, മണ്ണിൽ സ്വർണം വിളയുന്ന സ്വപ്നം. മണ്ണിൽ സ്വർണം വിളയുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. മണ്ണിൽ സ്വർണം വിളയുക എന്ന് വെച്ചാൽ ഈ വിത്തൊക്കെ നന്നായിട്ട് വളർന്ന് നല്ല ചെടികളായിട്ട് നല്ല സമൃദ്ധി ആണ് സ്വപ്നം കാണുന്നത് അല്ലേ. മിട്ടി കി മഹിമ ഗാത്താ ഹെ. മണ്ണിൻ്റെ മഹത്വം പാടുകയാണ്. മിട്ടി കെ ഹി അന്തസ്ഥൽ മേ. അന്തസ്ഥൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അകത്തുള്ള സ്ഥലത്ത് തന്നെ, മണ്ണിൻ്റെ തന്നെ അകത്ത്. അപ്നെ തൻ കി ഖാദ് മിലാക്കർ. തൻ്റെ ശരീരത്തിൻ്റെ വളം. ഖാദ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സാഫ് സഫായി മേ അവൽ ഗാവ് എന്നൊരു ചാപ്റ്ററിൽ ഖാദ് എന്നൊരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്നെ തൻകി, തൻ എന്ന് വെച്ചാൽ ശരീരം, ഖാദ് എന്ന് വെച്ചാൽ വളം. തൻ്റെ ശരീരത്തിൻ്റെ വളം, മിലാന എന്ന് വെച്ചാൽ ചേർത്തിട്ട്. അപ്പം അങ്ങനെ എന്താ, ശരീരത്തിൻ്റെ വളം ചേർക്കുക എന്ന് വെച്ചാൽ എന്താ, തൻ്റെ ശരീരം കൊണ്ട് കഠിനമായി പരിശ്രമിച്ചിട്ടാണല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനെയാണ് പറയുന്നത്.
തൻ്റെ ശരീരത്തിൻ്റെ വളം ചേർത്ത് അല്ലെങ്കിൽ കഠിനമായ ശാരീരിക പരിശ്രമം ചെയ്ത് മിട്ടി കോ ജീവിത് രഖ്താ ഹെ, മണ്ണിനെ നിലനിർത്തുകയാണ്, മണ്ണിൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുകയാണ്. ഖുദ് ജീത്താ ഹെ, പിന്നെന്താ, സ്വയം ജീവിക്കുകയുമാണ്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എന്തുകൊണ്ടാണ് ഈ ഭൂമി ആ കർഷകൻ്റേതാണ് എന്ന് പറയുന്നത്? കാരണം ഒരു കർഷകൻ അത്രയും കഷ്ടപ്പെട്ട് മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലേ. മണ്ണിൻ്റെ കൂടെ തന്നെ ചൂട് കൊണ്ട് ഉരുകി മരിച്ച് അങ്ങനെ മണ്ണിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മണ്ണ് അല്ലെ ഈ ഭൂമി ആ കർഷകൻ്റേതാണ്, അല്ലാതെ രാജാവിൻ്റെതോ പാവപ്പെട്ടവൻ്റെയോ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആക്ടിവിറ്റീസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.